അയ്യപ്പൻ കോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ കർക്കിടക ബാഹുബലി തർപ്പണം. പിതൃതർപ്പണത്തിനായി ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ ഏത് മംഗളകർമ്മം അനുഷ്ഠിക്കുമ്പോഴും പവിത്രം ധരിച്ചുകൊണ്ടാണ് ചെയ്യുക. പവിത്രത്തിന്റെ പ്രാധാന്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പവിത്രം എന്ന വാക്കിന്റെ അർത്ഥം പവിത്രമായത്, ശ്രേഷ്ഠമായത്, ശുദ്ധമായത് എന്നൊക്കെയാണ്. ഹൃദയശുദ്ധിയോടുകൂടി ഈ കർമ്മം അനുഷ്ഠിക്കണം എന്ന് പഠിപ്പിക്കുന്നു ഈ പവിത്ര ധാരണത്തിലൂടെ. അപ്പോൾ കയ്യിൽ പവിത്രം കിട്ടിയ തൊഴുതു പിടിച്ച് ഓം പവിത്രം പാപനാശനം ആയുർതേജോ ബലം വീര്യം. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ബലിതർപ്പണത്തിനായി പുരാതന അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഇടുക്കി ജലാശയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ പുണ്യസങ്കേതത്തിൽ അതിരാവിലെ മുതൽ ബലിതർപ്പണം ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ബ്രഹ്മശ്രീ ടി കെ രാജുവിൻ്റെയും ക്ഷേത്രം മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ കർക്കിടക ബാഹുബലി ചടങ്ങുകൾ നടന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പഞ്ചശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നായ അയ്യപ്പൻകോവിലിൻ്റെ പ്രകൃതി മനോഹരമായ പശ്ചാത്തലത്തിൽ നടന്ന ചടങ്ങുകൾ അതീവ ഭക്തി നിർഭരമായിരുന്നു. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് സംഘാടകരും ഒരുക്കിയിരുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന പോലീസിൻ്റെയും കട്ടപ്പന ഫയർഫോഴ്സിൻ്റെയും സേവനവും അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിൽ ലഭിച്ചിരുന്നു. ആത്മീയ ചൈതന്യം തുളുമ്പിയ അന്തരീക്ഷത്തിൽ പിതൃസ്മരണകളോടെ ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങി. NTV ന്യൂസ് ഇടുക്കി ബ്യൂറോ, കട്ടപ്പന.